നാട്ടിൻപുറങ്ങളിൽ നിന്ന് പൊതുമൈതാനങ്ങൾ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. അത്തരത്തിൽ ഇല്ലാതാവാൻ ഒരുങ്ങുന്ന ഒരു മൈതാനത്തെ രക്ഷിക്കാനുള്ള പോരാട്ടത്തിലാണ് പാലക്കാട് വടക്കാഞ്ചേരിയിലെ ഒരു കൂട്ടം നാട്ടുകാർ. ആയക്കാട് സ്കൂൾ മൈതാനം കൈക്കലാക്കാനുള്ള സ്വകാര്യ വ്യക്തികളുടെ നടപടിക്കെതിരെ നാട്ടുകാർ ഒറ്റക്കെട്ടായി നിയമയുദ്ധം നടത്തുകയാണ്. ഒരുപാട് തലമുറ നടന്നും കളിച്ചും വളർന്ന മൈതാനമാണിത്. ആയക്കാട് സ്കൂൾ മൈതാനം കഴിഞ്ഞ 90 വർഷത്തിലേറെയായി നാട്ടുകാരുടെ പൊതു സ്വത്ത് പോലെയാണ്. പ്രായഭേദമില്ലാതെ വിശേഷം പറഞ്ഞിരിക്കാനും കളിക്കാനും വ്യായാമത്തിനുമെല്ലാം ഈ മൈതാനമായിരുന്നു നാട്ടുകാരുടെ കേന്ദ്രം. എന്നാൽ വിദ്യാലയത്തിൻ്റെ ക്രയവിക്രയത്തോടെ മൈതാനവും സ്വകാര്യ വ്യക്തികളുടെ നിയന്ത്രണത്തിലായി. മൈതാനത്തെ ഇല്ലാതാക്കാൻ സ്വകാര്യ ഉടമകൾ നടപടികൾ ആരംഭിച്ചപ്പോൾ നാട്ടുകാർ ഒറ്റക്കെട്ടായി പ്രതിരോധിച്ചു. ഇത് ശരിയോ തെറ്റോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി രജിസ്റ്റർ ഓഫീസ് വടക്കഞ്ചേരി പോയപ്പോൾ സർട്ടിഫിക്കറ്റ് കോപ്പി നോക്കിയപ്പോൾ അതിനകത്തും കളിസ്ഥലം എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇതെങ്ങനെ പിന്നെ പ്രൈവറ്റ് കമ്പനിയുടെ കയ്യിൽ പണയത്തിന് പോയി എന്ന് ഞങ്ങൾക്ക് സംശയമായി. പിന്നെ അടിയാധാരത്തിൽ ചില ക്രമക്കേടുണ്ടാക്കി പോയി എന്നാണ് ഞങ്ങൾ ഊഹിക്കുന്നത്. മൈതാനത്തിൻ്റെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് ഹൈക്കോടതിയിൽ നാട്ടുകാരും സ്വകാര്യ ഉടമയും തമ്മിൽ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. മൊത്തം എല്ലാവരും ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഗ്രൗണ്ട് ഇതേപോലൊരു പുറമേ ഒരു പ്രൈവറ്റ് ഫേമിന് അത് പോകുന്നു എന്ന് കേട്ടറിഞ്ഞത് മുതലുള്ള ഒരു ആദ്യമാണ് ഇവിടെയുള്ള ജനങ്ങൾക്കും ഈ പഞ്ചായത്തിനും ചുറ്റുപാടുള്ള എല്ലാവർക്കും ഉള്ളത്. എന്തു വന്നാലും നാടിൻ്റെ വികാരമായ മൈതാനം വിട്ടു നൽകില്ലെന്ന് തന്നെയാണ് നാട്ടുകാരുടെ നിലപാട്. ഈ സ്കൂളിൽ തന്നെ പൂർവ്വ വിദ്യാർത്ഥിയാണ് ഞാൻ. 30 വർഷത്തോളം ഈ ഗ്രൗണ്ടായിട്ട് നല്ല ബന്ധമുണ്ട്. അപ്പോൾ ഇത് നിയമപരമായിട്ട് തന്നെ നേരിടും. അത് എത്ര ശക്തിയായിട്ട് നേരിടാൻ പറ്റുക അത്രയും ശക്തമായിട്ട് നമ്മൾ ഇടപെടും. ഓരോ നാട്ടിൻപുറങ്ങളിലെയും പൊതുമൈതാനങ്ങൾ ആ നാടിൻ്റെ സംസ്കാരത്തിൻ്റെയും ചരിത്രത്തിൻ്റെയും കൂടി ഭാഗമാണ്. അത്തരം മൈതാനങ്ങൾ സംരക്ഷിക്കപ്പെടാനുള്ള നടപടികൾ അധികാരികളിൽ നിന്ന് ഉണ്ടാവണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഈ ജനങ്ങൾ. എല്ലാ നാടുകളിലും അവിടുത്തെ യുവാക്കൾക്കും കുട്ടികൾക്കും ഒക്കെയായിട്ട് ഒരു പൊതുമൈതാനം ഉണ്ടാകാറുള്ളതാണ്. എന്നാൽ അത്തരം മൈതാനങ്ങൾ ഇപ്പോൾ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് പല കാരണങ്ങളാൽ. അതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണമായി മാറുകയാണ് പാലക്കാട് ആയക്കാട് ഈ മൈതാനം. ഈ മൈതാനം വിട്ടു നൽകാതിരിക്കാനുള്ള അല്ലെങ്കിൽ സംരക്ഷിക്കാനുള്ള നാട്ടുകാരുടെ ഈ ഒരു കൂട്ടായ പരിശ്രമം അധികാരികൾ കണ്ടേ മതിയാകുകയുള്ളൂ. അനുരാഗിനൊപ്പം ഗോകുൽ രമേശ്, അമൃത ന്യൂസ്, പാലക്കാട്.